ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC KW ഓപ്പറേറ്റർ ജനുവരി ലാസ്റ്റാണ് എക്സാം വരുന്നത്. കാറ്റഗറി നമ്പർ 211/2020. സോ അതിൻ്റെ ബേസ് നമ്മൾ റിവിഷൻ സീരീസ് 4 ആണ്. 1, 2, 3 കാണാത്തവർ കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, കാണാത്തവർ കാണാം. അതോടൊപ്പം തന്നെ നമ്മൾ റിവിഷൻ സീരീസ് നമ്മൾ അൺഅക്കാഡമി ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിലും ജോയിൻ ആവാം. ഓക്കെ, അതുപോലെ നമ്മുടെ അൺഅക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. ജേതാവ് 100 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഫോർ ബിവോക്കോ LD എക്സാം 5th ജനുവരി സ്റ്റാർട്ട് ചെയ്ത ബാച്ച്. 30 ഡേയുടെ റിവിഷൻ ബാച്ച് കോഴ്സ് ഫോർ 12th ലെവൽ മെയിൻസ് 6th ജനുവരി സ്റ്റാർട്ട് ചെയ്ത ബാച്ച്. ദിശയുടെ 30 ഡേയുടെ റിവിഷൻ ബാച്ച് ഫോർ 12th ലെവൽ മെയിൻസ് 6th ജനുവരി സ്റ്റാർട്ട് ചെയ്ത എക്സാം ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് ക്ലാസ് എടുക്കുന്നത്. 22 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത ആരംഭം 120 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഫോർ 10th ലെവൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, അതും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ക്ലാസ് എടുക്കുന്നത്. 23 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത 120 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഫോർ LP UP എക്സാം. ഓക്കെ, 15 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത 120 ഡേയുടെ കംപ്ലീറ്റ് ബാച്ച് ഓൺ SCRT ഫോർ ഓൾ കേരള PSC എക്സാം ബാച്ച് 2, ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ്. 9th ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത 50 ഡേയുടെ കംപ്ലീറ്റ് കോഴ്സ് ഫോർ HSA, അതും ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആണ്. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ബാച്ച്, അങ്ങനെ ഡിഫറെൻറ്റ് ബാച്ചസ് റണ്ണിങ് ആണ്. പ്ലസിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അൺഅക്കാഡമിയിലെ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ ഫീസ് ഡീറ്റെയിൽസ് നോക്കുക. പ്ലസിൽ നമുക്ക് കംപ്ലീറ്റ് സിലബസും അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റും അൺലിമിറ്റഡ് PDF നോട്ട്സും റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, മൈ റെഫറൽ കോഡ് ഓർക്കുക, സിനു ആൻസിയാണ് മൈ റെഫറൽ കോഡ്. നിങ്ങൾക്ക് ഏത് ബാച്ചിലാണ് അഡ്മിഷൻ എടുക്കാനുള്ളത് ഈ റെഫറൽ കോഡ് യൂസ് ചെയ്യുക, 10% ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സിലോട്ട് വരുമ്പോഴും നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അൺഅക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കേരള PSC ടൈപ്പ് ചെയ്ത് ഈ റെഫറൽ കോഡ് സിനു ആൻസി റെഫറൽ കോഡ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈവിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അൺഅക്കാഡമിയിലെ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ്. കഴിഞ്ഞ ക്ലാസ് നമ്മളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് ഒരു 75 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. 76 മുതൽ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇലക്ട്രോലൈറ്റ് ഇൻ ആൻ ലെഡ് ആസിഡ് ബാറ്ററി? ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഇറ്റ് ഈസ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഈസ് ഹാഫ് CV². ആസ് പെർ ഓംസ് ലോ പ്രകാരം ഇൻ എ ക്ലോസ്ഡ് ഇലക്ട്രിക് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്, വോൾട്ടേജ്, ടെമ്പറേച്ചർ, സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഏതിനായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, വോൾട്ടേജ്. എ ലെഡ് ആസിഡ് സെൽ ഈസ് റീചാർജബിൾ ബിക്കോസ് ലെഡ് ആസിഡ് സെല്ല് റീചാർജബിൾ ആണ്. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ്സ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണ്. കെമിക്കൽ റിയാക്ഷൻ ഈസ് റിവേഴ്സിബിൾ. സെൽഫ് ഇൻഡക്ഷൻ്റെ യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്ഷൻ ഹെൻറി. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബെൽറ്റ് മെറ്റീരിയൽസ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് അസിഡിക് ആൻഡ് വെറ്റ് കണ്ടീഷൻസ്? ഏത് ബെൽറ്റ് മെറ്റീരിയൽസ് ആണ് അസിഡിക്കും വെറ്റ് കണ്ടീഷൻസും വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബലാറ്റ. ഡാഷ് ഇസ് ദ മിനിമം റേഡിയസ് ഓഫ് ദി ക്യാമിൻ്റെ മിനിമം റേഡിയസ് എത്രയാണ്? ഏതാണ്? ഇറ്റ് ഈസ് ബേസ് സർക്കിൾ ഈസ് ദ മിനിമം റേഡിയസ് ഓഫ് ക്യാം. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ഗിയർ ദ ടീത്ത് ആർ കട്ട് അറ്റ് ആൻ ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് ദി ഗിയർ? ഏത് ടൈപ്പ് ഓഫ് ഗിയറിലായിരിക്കും ടീത്ത് ആർ കട്ട് അറ്റ് ആൻ ആംഗിൾ ടു ദ ആക്സിസ് ഓഫ് ദി ഗിയർ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, ഹെലിക്കൽ ഗിയർ. What is the name of circle that contains the crest of gear teeth? What is the name of the circle that contains the crest of gear teeth? Pitch circle, center distance, addendum circle, dedendum circle. ഏതായിരിക്കും? It is option C ആണ്, addendum circle. അടുത്ത ക്വസ്റ്റ്യൻ. ലൂസ് പുള്ളി ഈസ് എ പുള്ളി വിച്ച് റൺസ് ഇൻഡിപെൻഡൻ്റ്ലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പുള്ളീസ് ആർ പ്രൊവൈഡഡ് വിത്ത് സ്ലൈറ്റ് ഹീവ് ടു പ്രിവെൻറ്റ് ദി ബെൽറ്റ് ഫ്രം റണ്ണിങ് ഓഫ് ദിയർ സൈഡ് ഈസ് നോൺ ആസ്. പുള്ളീസ് ആർ പ്രൊവൈഡ് വിത്ത് ഒരു ചെറിയൊരു സ്ലൈറ്റ് ഹീവ് ഉണ്ടെങ്കിൽ ടു പ്രിവെൻറ്റ് ദ ബെൽറ്റ് ഫ്രം റണ്ണിങ് ഓഫ് ദിയർ സൈഡ് ഈസ് നോൺ ആസ് ഏതായിരിക്കും? ഇറ്റ് ഈസ് ക്രൗണിങ്. ദ പ്രൊഫൈൽ ഓഫ് എ ഗിയർ ടീത്ത് ഈസ് ഇൻ ദ ഫോം ഓഫ് ഇൻവല്യൂട്ട് ആണ്. The belt slip occurs due to heavy load ആവാം, loose belt ആവാം, driving pulley too small. All of these ആണ്. The type of pulley used to increase the wrapping angle tension on the belt. ഏത് type of pulley ആണ്? It is option C ആണ്, idler pulley. Belt slip may occur due to heavy load, loose belt already പറഞ്ഞല്ലേ, driving pulley too small. All of the above. Foot valve is provided in the bottom of the suction pipeലാണ്. ഇൻ വിച്ച് വാൽവ് ഹാവ് ആൻ ഇൻറ്റേർണൽ പാർട്ടീഷൻ ഇൻ ഇറ്റ്? ഇൻറ്റേർണൽ പാർട്ടീഷനുള്ള ഏത് വാൽവിലാണ്? ഇറ്റ് ഈസ് ഏത് വാൽവിലായിരിക്കും? ഗേറ്റ് വാൽവ് ആണോ, സ്ലൂസ് വാൽവ് ആണോ, ചെക്ക് വാൽവ് ആണോ, അതോ ഗ്ലോബ് വാൽവ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഗ്ലോബ് വാൽവ്. നമ്മുടെ ആൻസർ ഗ്ലോബ് വാൽവ് ആണ്.
എ ഫൂട്ട് വാൽവ് പ്രൊവൈഡഡ് ഇൻ എ പമ്പ് ഈസ് ഫൂട്ട് വാൽവ് എന്ന് പറയുന്നത് ഏത് വാൽവാണ്? ഇറ്റ് ഈസ് എ ഡയറക്ഷൻ കൺട്രോൾ വാൽവാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആൻ അഡ്ജസ്റ്റബിൾ ബ്ലേഡ് പ്രൊപ്പല്ലർ ടർബൈൻ ഈസ് കോൾഡ്. ആൻ അഡ്ജസ്റ്റബിൾ ബ്ലേഡ് പ്രൊപ്പല്ലർ ടർബൈൻ ഈസ് കോൾഡ്. ഇറ്റ് ഈസ് കപ്ലാൻ ടർബൈൻ. വിച്ച് ഗേജ് ഇൻഡിക്കേറ്റ്സ് പ്രഷർ വാൽവ് എബോവ് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ഏത് ഗേജ് ആയിരിക്കും? പ്രഷർ ഗേജ്. വിച്ച് among the following component ensures pressure tightness of pipe? പൈപ്പിൽ പ്രഷർ ടൈറ്റ്നസ് ഏതായിരിക്കും? വാൽവ്, ഗ്യാസ്കറ്റ്, ജോയിൻറ്റ്, ത്രെഡ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ഗ്യാസ്കറ്റ്സ്. The component that condense and remove the water vapor in air in pneumatic system is air filter, muffler, air lubricator, air relief valve. Air filter. Pressure relief valves are provided in the water line for. Pressure relief valves are provided in a water line for increase the water pressure, relieve high pressure from line, regulate the pressure of flow, divert the pressure. ഏതായിരിക്കും? It is option B, relieve high pressure from the line. Which instrument is used for measuring quantity of water flowing through the pipe? ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? വാട്ടർ മീറ്റർ. വാട്ടർ ഹാമർ ഇൻ പൈപ്പ് ഈസ് ഡ്യൂ ടു എന്തായിരിക്കും? സഡൻ സ്റ്റോപ്പേജ് ഓഫ് ഫ്ലോ ബൈ ദ ക്ലോഷർ ഓഫ് എ വാൽവ് ആണ്. ഇത്രയാണ് 100 ക്വസ്റ്റ്യൻസ്. ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും പഠിക്കുക, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സിലും വരിക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനോടും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.